ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരണത്തോടെ തന്നെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവരുടെ ഒക്കെ വായടപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. എല്ലാ ബഡ്ജറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മധ്യവർഗക്കാരെ കൂടുതൽ പരിഗണിക്കുന്നതായിരുന്നു ബഡ്ജറ്റ്. എന്നാൽ ഇപ്പോഴും സാധാരണക്കാർക്ക് എന്ത് കിട്ടിയെന്ന ചോദ്യം മാത്രം ചില ബൂർഷുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചു തളരുന്നവർക്കുള്ള തക്കതായ മറുപടിയാണ് ജിതിൻ ജേക്കബ് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. കമ്മ്യൂണിസം എന്ന പ്രാകൃത ചിന്ത തലയിൽ അടിഞ്ഞുകൂടിയതിന്റെ ബാക്കി പത്രം. അവർ സ്വപ്നം കാണുന്നത് ബഡ്ജറ്റ് തുക മുഴുവനും എടുത്ത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പണമില്ലെങ്കിൽ കമ്മട്ടം എടുത്ത് ആവശ്യത്തിന് അടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഓരോ വിഡ്ഢികളാണ് ഇവരുടെ താത്വിക ആചാര്യന്മാർ. വെറുതെ നികുതി പണം എടുത്ത് വീതിച്ചു കൊടുക്കുന്ന ഉട്ടോപ്യൻ രാജ്യമോ സമ്പദ് വ്യവസ്ഥയോ അല്ല ഇന്ത്യയുടേത്. ഇത് ഇവരുടെ തലച്ചോറിലല്ലാതെ ലോകത്ത് ഒരിടത്തും ഇല്ല താനും. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെയാണ് ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷ ഒരുക്കുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും. അത് എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ബഡ്ജറ്റിനെ കുറിച്ച് എഴുതണോ അതോ ഇപ്പോഴും കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച അന്ധതയിൽ ജീവിക്കുന്നവരെ കുറിച്ച് എഴുതണോ എന്ന് ആലോചിച്ചപ്പോൾ രണ്ടും എഴുതാമെന്ന് കരുതി. ബഡ്ജറ്റിനെ കുറിച്ച് ആദ്യം ചുരുക്കി പറയാം. ആദായ നികുതി വലിയ തോതിൽ വെട്ടിക്കുറച്ചത് മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ ശക്തമായ സ്ഥിതിയെക്കുറിച്ചും ബഡ്ജറ്റ് രേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആദായ നികുതി വെട്ടിക്കുറച്ചത് വഴി കേന്ദ്ര സർക്കാരിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നികുതി നഷ്ടം ഉണ്ടാകും. എന്നിട്ടും ശക്തമായ ആ തീരുമാനം എടുക്കാൻ പറ്റിയത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ശക്തമായതുകൊണ്ട് തന്നെയാണ്. ധനക്കമ്മി നിയന്ത്രണ വിധേയമെന്ന് വീണ്ടും തെളിയിച്ചതായിരുന്നു ബഡ്ജറ്റ് അവതരണം. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്തം GDPയുടെ 4.9% ധനക്കമ്മി നിർത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ധനക്കമ്മി 4.8% എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. മികച്ച സാമ്പത്തിക അച്ചടക്കത്തിന്റെ സൂചികയാണിത്. രാജ്യത്തിന്റെ മൊത്തം ചിലവും വായ്പയും ഒഴികെയുള്ള മൊത്ത വരുമാനവും തമ്മിലുള്ള അന്തരമാണ് ധനക്കമ്മി. GDPയും കടവും തമ്മിലുള്ള അനുപാതം 2031 50% കുറയ്ക്കാനുള്ള ലക്ഷ്യവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. നിലവിൽ ഇത് 57.1%. അതായത് ഭരണം നിലനിർത്തുക എന്നതല്ല രാജ്യ താല്പര്യമാണ് പ്രധാനമെന്നതിന്റെ തെളിവാണ് കടം കുറയ്ക്കാനുള്ള തീരുമാനം. നരേന്ദ്രമോദി സർക്കാർ കടം എടുത്ത് ഇന്ത്യയെ നശിപ്പിക്കുന്നേ എന്ന് നിലവിളിക്കാൻ വരട്ടെ. GDPയും കടവും തമ്മിലുള്ള അനുപാതം ചൈനയുടേത് 83.40%, അമേരിക്കയുടേത് 123%, ബ്രിട്ടന്റേത് 97.2%, അതേപോലെ കാനഡ 107.5% ഒക്കെയാണ്. വികസന പദ്ധതികൾക്കായുള്ള മൂലധന ചെലവായി 11.21 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ആദായ നികുതി വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു, അതേസമയം കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നു, രാജ്യത്തിന്റെ കടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം ആയിട്ടും വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണത്തിനും കുറവില്ല. സാധാരണ ഏത് ബജറ്റ് കഴിയുമ്പോഴും കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കും വേണ്ടിയുള്ള ബജറ്റ് എന്നതായിരുന്നു നിലവിളി. ഇത്തവണ ഇത് ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ് എന്ന് പറഞ്ഞ് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം നോക്കിയാൽ ബജറ്റിൽ സാധാരണക്കാർക്ക് എന്ത് കിട്ടി എന്നാണ് ചോദ്യം. ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. കമ്മ്യൂണിസം എന്ന പ്രാകൃത ചിന്ത തലയിൽ അടിഞ്ഞുകൂടിയതിന്റെ ബാക്കി പത്രം. ഇവർ സ്വപ്നം കാണുന്നത് ബഡ്ജറ്റ് തുക മുഴുവനും എടുത്ത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പണമില്ലെങ്കിൽ കമ്മട്ടം എടുത്ത് ആവശ്യത്തിന് അടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു വിഡ്ഢിയായാണ് ഇവരുടെ താത്വിക ആചാര്യൻ. വെറുതെ നികുതി പണം എടുത്ത് വീതിച്ചു കൊടുക്കുന്ന ഉട്ടോപ്യൻ രാജ്യമോ സമ്പദ് വ്യവസ്ഥയോ അല്ല ഇന്ത്യയുടേത്. അത് ഇവരുടെ തലച്ചോറിൽ അല്ലാത്തത് ലോകത്ത് ഒരിടത്തും ഇല്ലാതാനും. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെയാണ് ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷ ഒരുക്കുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും. അത് എന്തൊക്കെയെന്ന് ഉണ്ട് എന്ന് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ആയുഷ്മാൻ ഭാരത്, NREGA, PM കിസാൻ, PMJJBY, PMSBY, ATAL പെൻഷൻ, PM സരം യോജന പോലുള്ള നിരവധി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. NREGA ഒരർത്ഥത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതി തന്നെയാണ്. തൊഴിലില്ലാത്തവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ എത്രയോ പദ്ധതികൾ ഇന്ത്യയിലുണ്ട്. MSME സെക്ടറിലൊക്കെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികളുണ്ട്. ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കൊടുക്കുന്ന PM മുദ്ര ലോൺ വഴി ഇതുവരെ 43 കോടി ലോണുകളാണ് കൊടുത്തത്.
അതുവഴി മൊത്തം 22 ലക്ഷം കോടി രൂപയാണ് ജനങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുമുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുവാനും ഒക്കെ നൽകിയത്. അതിൽ തന്നെ 60% വനിതകൾക്കാണ് നൽകിയത്. കേരളത്തിൽ തന്നെ 42 ലക്ഷം പേർക്കാണ് മുദ്രാ ലോൺ കിട്ടിയിട്ടുള്ളത്. 2022 കണക്കാണിത്. തെരുവിൽ കച്ചവടം നടത്തുന്നവർക്ക് പോലും കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ തന്നെ ലോൺ നൽകുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയും പിന്നോക്കക്കാർക്ക് വേണ്ടിയും ഒക്കെ നിരവധി പദ്ധതികളുണ്ട്. പുതിയ സ്മാർട്ടപ്പിന് വേണ്ടിയും ഉണ്ട് പദ്ധതികൾ. ഇത്തവണത്തെ ബജറ്റിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം 15,000 കോടി രൂപയുടെ വിഹിതമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കർഷകർക്കായി ഫസൽ ബീമ യോജന പോലുള്ള ക്രോപ്പ് ഇൻഷുറൻസ് പദ്ധതി, കിസാൻ ലോൺ പോലുള്ള സബ്സിഡി ലോണുകളൊക്കെ സർക്കാർ നൽകുന്നു. KCC ലിമിറ്റ് ഈ ബജറ്റിൽ 3 ലക്ഷം എന്നത് 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ജോലി ഇല്ലാത്തതല്ല പ്രശ്നം, അവസരങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തതാണ്. അത്തരക്കാർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ അതിഥി തൊഴിലാളികൾ ഒരു വർഷം കുറഞ്ഞത് 17,000 കോടി രൂപയെങ്കിലും അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് കണക്ക്. കേരളത്തിൽ ജോലിക്ക് വരുന്ന ഈ തൊഴിലാളികൾ പോലും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. അപ്പോഴാണ് ഇവിടെ സർക്കാർ ബജറ്റിൽ നിന്നും തന്നില്ല, ഇവിടെ തൊഴിലില്ല എന്നും പറഞ്ഞ് മോങ്ങുന്നത്. കോൺഗ്രസ് ഉട്ടോപ്യൻ ചിന്തയും കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരുന്ന് മോങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് ആരും ഒന്നും വെറുതെ കൊണ്ടു തരില്ല. ഇത്തരം ഉട്ടോപ്യൻ ലോകത്ത് ജീവിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നേറില്ല. എല്ലാം വെറുതെ കിട്ടണമെന്ന കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ ഇന്ത്യയിൽ അവസരങ്ങൾ ധാരാളമുണ്ട്. അധ്വാനിക്കണമെന്ന് മാത്രം. അതിന് തയ്യാറാകാത്തവർക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ എന്നും വെറുതെ ഒന്നും കിട്ടില്ല. ഇവിടെ ആരും വെറുതെ ഒന്നും തരുന്നില്ല എന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാമെന്ന് മാത്രം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്നാൽ അതേസമയം തന്നെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷവും അദ്ദേഹം ബഡ്ജറ്റിനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കണക്കുകൾ കൃത്യമായി അടിവരയിട്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റിന്റെ തുടക്കം ഇങ്ങനെയാണ്: കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ് ജനതയുടെ ശബ്ദം കേന്ദ്ര സർക്കാർ കേട്ടു. 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതിയില്ല. ശമ്പളക്കാർ ആണെങ്കിൽ 12.75 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതിയില്ല. 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏകദേശം 32,500 രൂപയോളം, 18 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഏകദേശം 70,000 രൂപയോളവും, 25 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഏകദേശം 1,14,000 രൂപയോളവും ആദായ നികുതി ലഭിക്കാൻ കഴിയുമെന്നത് ചെറിയ കാര്യമല്ല. ഇൻകം ടാക്സ് റേറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെക്കുന്നത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ തന്നെ 2 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് മാത്രമായിരുന്നു ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലായിരുന്നത്. 2014 ഇൻകം ടാക്സ് ഇളവ് 2.5 ലക്ഷം രൂപ വരെയും ഉള്ളവർക്കായിരുന്നു എങ്കിൽ 2019 അത് 5 ലക്ഷം രൂപയായും 2013 7 ലക്ഷം രൂപയായും ഇപ്പോൾ 12 ലക്ഷമാക്കി ഉയർത്തി. എന്തായാലും ഇടത്തരക്കാരന്റെ ശബ്ദം സർക്കാർ കേൾക്കുക തന്നെ ചെയ്തു എന്നതിൽ സന്തോഷം. അത് വലിയ കാര്യമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 2% താഴെ മാത്രം വരുന്ന ഇൻകം ടാക്സ് അടയ്ക്കുന്നവരെ സർക്കാരിന് അവഗണിക്കാമായിരുന്നു. പക്ഷേ സർക്കാർ അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹം പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.